നേമത്തെ വികസന സംവാദ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി വി. ശിവൻകുട്ടി വെല്ലുവിളി ഏറ്റെടുത്തതോടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്മാറ്റം. മുഖ്യമന്ത്രിയുമായി സംവാദമാകാമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ വാദം. നേമമണ്ഡലത്തിലെ നിലവിലെ എം.എൽ.എ. വി. ശിവൻകുട്ടി വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നും വികസന സംവാദത്തിന് തയ്യാറെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വെല്ലുവിളി വി. ശിവൻകുട്ടി ഏറ്റെടുത്തു. ഞായറാഴ്ച പൂജപ്പുരയിൽ സംവാദത്തിന് തയ്യാറെന്നായിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി. ശിവൻകുട്ടി വെല്ലുവിളി ഏറ്റെടുത്തതോടെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്മാറ്റം. ഞായറാഴ്ച പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് മുന്നിൽ കണ്ടാണ് വി. ശിവൻകുട്ടി വെല്ലുവിളി ഏറ്റെടുത്തതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആദ്യം നൽകിയ മറുപടി. എന്നാൽ സ്ഥലവും തീയതിയും രാജീവ് ചന്ദ്രശേഖറിന് തീരുമാനിക്കാമെന്നും സംവാദത്തിന് എപ്പോഴും തയ്യാറെന്നും വി. ശിവൻകുട്ടി വ്യക്തമാക്കി. ഞാനൊരു സമയവും ഒരു സ്ഥലവും പറഞ്ഞല്ലോ. ഇനി അദ്ദേഹം ഒരു സ്ഥലവും സമയവും പറയട്ടെ. അത് ഏത് ദിവസമാണെങ്കിലും എനിക്കത് അംഗീകരിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ഞാൻ തയ്യാറാണ്. ഇതോടെ രാജീവ് ചന്ദ്രശേഖർ നിലപാട് മാറ്റി. സംവാദത്തിന് മുഖ്യമന്ത്രി വരട്ടെ എന്നായി പുതിയ ആവശ്യം. ഞാൻ എന്താണ് പറഞ്ഞത്? 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത മുഖ്യമന്ത്രി ഈ 10 കൊല്ലം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, നട്ടലുണ്ടാവണം. അത് മുഖ്യമന്ത്രി പറയട്ടെ. സംവാദത്തിന് വെല്ലുവിളിച്ച് കുഴങ്ങിയ നിലയിലാണ് നിലവിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അനാവശ്യമായ എടുത്തുചാട്ടം കാട്ടിയെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. മീഡിയ 1 തിരുവനന്തപുരം.